ഇതാണ് മൈസൂരിലേക്കുള്ള ബാംഗ്ലൂർ ടൗൺ ഒഴിവാക്കിയിട്ടുള്ള റോഡാണ്. നൈസ് റോഡാണ് ഈ റോഡ്. ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. പക്ഷെ ആ റോഡ് ഇപ്പോഴാണ് ഇവർക്ക് വർക്ക് നിർത്തിയിട്ട് റോഡ് കൊടുത്താൽ ഒരു അടിപൊളി റോഡാണ്. കാരണം ആ ടൗണിൻ്റെ തിരക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ട്രാഫിക് ഒന്നുമില്ലാത്ത നല്ലൊരു റോഡാണ് ഈ ഒരു നൈസ് റോഡ്. ഇത് നേരെ നമുക്ക് മൈസൂർ റോഡിലേക്ക് കയറാവുന്നതാണ്. ബാംഗ്ലൂർ മൂടൽമഞ്ഞ് ഇറങ്ങിയ ഒരു സമയമാണ് ഈ ഒരു രാവിലത്തെ സമയം. 6:33 നടക്കുന്ന സമയം. ഈ ഒരു സമയത്ത് ഞങ്ങൾ നൈസ് റോഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ബിൽഡിങ്ങുകളൊക്കെ മൂടൽമഞ്ഞ് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ബിൽഡിങ്ങും മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്ന ആ ഒരു വൈബ്. ഇപ്പോൾ മൈസൂർ റോഡ് നേരിട്ടാണ്. കനകാപുരം റോഡ് ജസ്റ്റ് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകാറാണ്. ബട്ട് നമ്മൾ ടൗണിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് കട്ട് ചെയ്ത് അതാണ് നേരത്തെ പറഞ്ഞ മൂടൽ മഞ്ഞ് കൊണ്ട് സമ്പൽ സമൃദ്ധമായി മൂടപ്പെട്ട ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചെറിയ കൊച്ചു പൂക്കൾ വെച്ച്. ഹലോ ഗൈസ്, ഈ ബാംഗ്ലൂർ റോഡ് നൈസ് റോഡിൽ കയറുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് റോഡുകൾ വളരെ വിശാലമായിട്ട് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മുകളിൽ നമ്മുടെ സ്പീഡ് അവർ കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ക്യാമറകൾ ഉണ്ടാവും ആ പില്ലറിൽ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നൈസ് റോഡിൽ നിന്ന് നൈസായിട്ട് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് റോഡ് കാണുമ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അതിമനോഹരമായ ടോളുകൾ ടപ്പടപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് അവിടെ നിൽക്കുന്നത്. അതാണ് ആ കാണുന്നത്. വീണ്ടും നമ്മൾ നേരെ പോവുകയാണെങ്കിൽ കൊച്ചു പൂക്കളെല്ലാം നിറച്ച് റോഡരിക് നമുക്ക് കാണുമ്പോൾ നയനമനോഹരമായ കാഴ്ചയിലൂടെ നമുക്ക് യാതൊരു മുഷിപ്പും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയും. ലണ്ടൻ ബ്രിഡ്ജിന് സമാനമായിട്ടുള്ള കൊച്ചു ബ്രിഡ്ജുകൾ നമുക്ക് മുന്നിൽ നമ്മൾ കാണുന്നതാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ചില കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് പറഞ്ഞോ ഒന്നും കാണിക്കാൻ കഴിയില്ല. അത് നേരിട്ട് കണ്ടാൽ അതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുകളിലെ റോഡുകളൊക്കെ ഇവിടെ വന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഡിഫറൻറ്റ്, ആ ഡ്രൈവിങ്ങിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അതും റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കൊച്ചു വൃക്ഷങ്ങൾ, അതും ഈ ഒരു സൂര്യോദയ സമയത്ത് ആ ഒരു സ്പാർക്കിംഗ് ലൈറ്റപ്പ്, അത് വേറെ തന്നെയാണ്. നമ്മൾ ഈ റോഡ് നൈസ് റോഡ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൈസൂർ ബിഡാടി റോഡ് കാണും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് കയറാനുള്ളതാണ്. അതിന് മുമ്പ് ഒരു സ്പീഡ് ട്രാക്ക്, ഒരു ക്യാമറ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നൈസ് റോഡിൽ നിന്നും നൈസായി ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് മൈസൂർ ബിഡാടി റോഡിലേക്ക് ടേൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബോർഡ് കണ്ടില്ല, മൈസൂർ റോഡ്. അവിടെ ഇങ്ങനെ സ്പീഡ് മാറുന്നത് കണ്ട നമ്മളെ വെഹിക്കിളിനനുസരിച്ചിട്ട്. അവിടെ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. അല്പം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് വലിയൊരു ബോർഡും ഇതെല്ലാം കാണാം, മൈസൂർ റോഡ്. അങ്ങനെ നമ്മൾ നൈസ് റോഡിൽ നിന്നും മൈസൂർ റോഡിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത ഇതെല്ലാം വലിയ പാറക്കെട്ടുകളും വലിയ പർവ്വതങ്ങളും തുരന്ന് അതിനിടയിലൂടെ അതിമനോഹരമായിട്ട് തയ്യാറാക്കിയ റോഡുകളാണ് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നൈസ് റോഡിൽ നിന്നും നൈസായ ചെറിയ റോഡുകൾ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് കയറി പുറപ്പെട്ടാൽ ഉടനടി അടുത്ത ടോളിലേക്ക് പ്രവേശിക്കുന്നതാണ്.
ടോളാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ നൈസ് റോഡിൽ നിന്ന് മൈസൂർ റോഡിലേക്ക് കയറി. ഇതിൻ്റെ ഒരു ബ്യൂട്ടി, മൈ ഗോഡ്. ഇപ്പോൾ മൈസൂർ റോഡ് ആ നൈസ് റോഡിനെ കാട്ടിണ്ടാവും. ഇതിപ്പോൾ 3 ട്രാക്കില്ലേ, മറ്റേ 2 ട്രാക്കല്ലേ ഉള്ളൂ. 3 ട്രാക്ക് ഉണ്ട്. പക്ഷെ ഇതിൽ ടോള് വരുന്നുണ്ട്. ഇതിൽ വരുന്നുണ്ട് ടോള്. നമ്മൾ ആ നൈസ് റോഡിൽ നിന്ന് ഇറങ്ങുമ്പോഴും ടോള് ഉണ്ട്, കയറുമ്പോഴും ടോള് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതിലും ഒരു ടോള് വരുന്നുണ്ട്. ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ പെട്രോൾ അടിക്കുന്നത് പോലെ ടോൾ അടിക്കാനും ഒരു എമൗണ്ട് കണ്ടെത്തണം. ഫാസ്ടാഗിൽ നമ്മൾ പൈസ ഫാസ്ടാഗിൽ പൈസ ഉണ്ടെങ്കിൽ ആ കാറായിട്ട് നമുക്ക് ഈ റോഡുകളൊക്കെ നമുക്ക് സഞ്ചരിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ വളരെ വ്യത്യസ്തമായിരിക്കും നമ്മളെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഉദാഹരണത്തിന് ഈ മുമ്പിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് തന്നെ നിങ്ങൾ നോക്കും, അതിമനോഹരമായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അതിൻ്റെ കളറാണ് അട്രാക്ഷൻ. ആർട്ടിഫിഷ്യൽ ഗുരുകുലം ഇന്റർനാഷണൽ സ്കൂളാണ്. അതെ ഗുരുകുലം ഇന്റർനാഷണൽ സ്കൂൾ, ഗുരുകുലം ശ്രീ സ്വാമിനാഥന മണ്ഡൽ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ ഹൈവേയിലേക്ക് കയറിയാൽ ആദ്യത്തെ ടോളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ആദ്യത്തെ ടോൾ. ഈ ടോളിൻ്റെ പ്രത്യേകത കണ്ടോ? ഇപ്പം അവിടെ സ്റ്റോപ്പ് നേരെ പെട്ടെന്ന് കണ്ടോ, ഗ്രീനായി വെൽക്കം ടു ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ കണ്ടോ അടിപൊളി വൈബായിട്ടുള്ള പാറകൾ. അടിപൊളി കാഴ്ച. പാറ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പാറ. എന്നാലേ ആ റോഡ് കൊടുക്കണ കിടപ്പും ഈ ശമലിന്റെ താഴ്വരയിൽ ഇളകാതെ എടുത്തൊരു ഫോട്ടോ. പൊളിയായി ഒന്നും പറയാ. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ടോള് കട്ട് ചെയ്ത് കയറേണ്ട റോഡാണത്. നമുക്ക് കയറാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങളാരും വരികയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കയറണം. ടോളിൻ്റെ മുന്നേ ഒരു അഥവാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എക്സിറ്റ്, നെക്സ്റ്റ് എക്സിറ്റ് 9 കിലോമീറ്ററിന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സിറ്റിൽ തന്നെ നിങ്ങൾ ഇറങ്ങണം. 9 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇറങ്ങാമെന്ന് വിചാരിക്കരുത്. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. 560 കട്ടായിട്ടുണ്ട്.